ഹായ് ഓൾ. നമ്മുടെ SSC RRB പരീക്ഷകൾക്ക് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ് ഏൻഷ്യൻ ഇന്ത്യയിലെ, മിഡീവൽ ഇന്ത്യയിലെ ബുക്കുകൾ, അതിൻ്റെ ഓതേഴ്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ബുക്കുകളെ പറ്റി, ആ ബുക്കിലെ കഥകളെ പറ്റി, ഓതേഴ്സിനെ പറ്റി, അവരുടെ കാലഘട്ടത്തെ പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവരെ പറ്റി കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ എന്തെങ്കിലും കോഡ് തരാമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോഡുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഈ കോഡുകൾ ഉണ്ടാക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ സൈലം SSC RRBയിലെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് ആദ്യത്തെ കോഡിലേക്ക് പോവാം. ഏറ്റവും ആദ്യം നമുക്ക് വിശാഖദത്തൻ അല്ലെങ്കിൽ വിശാഖദേവനെ കുറിച്ച് പഠിക്കാം. ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സംസ്കൃത കവിയായിരുന്നു വിശാഖദത്തൻ. നമ്മുടെ വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത രണ്ടാമനില്ലേ, അദ്ദേഹത്തിന്റെ സമകാലികനുമായിരുന്നു ഈ പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വർക്കുകളാണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാനുള്ള രണ്ട് വർക്കുകളാണ് മുദ്ര രാക്ഷസിയും ദേവി ചന്ദ്രഗുപ്തവും. ഇതില് മുദ്ര രാക്ഷസം മൗര്യ രാജവംശം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ കഥയാണ്. അപ്പൊ മനസ്സിലാക്കുക, ഗുപ്ത കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഈ വർക്ക് ഒരു മൗര്യ രാജാവിന്റെ, മൗര്യ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ കഥയാണ്. ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യ, അതേപോലെ നന്ദ രാജവംശത്തിലെ ഒരു മന്ത്രിയായിരുന്ന, അമാത്യയായിരുന്ന ഒരു രാക്ഷസൻ. ഇവരാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അപ്പൊ ഇതിനൊരു കോഡുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ മുദ്ര രാക്ഷസം വിശാഖദത്ത. നമുക്കറിയാം, രാക്ഷസന്മാരെന്ന് പറയുമ്പോൾ വളരെ വലിയ ആൾക്കാരാണ്, ഒരുപാട് ഭക്ഷണം കഴിക്കും അല്ലേ. അപ്പൊ രാക്ഷസന് വിശക്കും എന്ന് ഓർത്താൽ മതി. രാക്ഷസൻ വിശക്കും, മുദ്ര രാക്ഷസൻ വിശക്കുമിൽ നിന്ന് നമുക്ക് വിശാഖദത്ത അല്ലെങ്കിൽ വിശാഖദേവ എന്ന് ഓർക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ദേവി ചന്ദ്രഗുപ്തത്തിലേക്ക് വരാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചന്ദ്രഗുപ്ത രണ്ടാമൻ, അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള രാമഗുപ്ത, രാജ്ഞിയായിട്ടുള്ള ധ്രുവദേവി, പിന്നെ ശക എന്ന് പറയുന്ന രാജവംശമാണ്. അപ്പൊ കഥ എങ്ങനെയാണ്? രാമഗുപ്തൻ ശകന്മാരോട് തോൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ധ്രുവദേവിയെ ശകന്മാരുടെ അടുക്കിലേക്ക് അയൽക്കുന്നുണ്ട്. അപ്പൊ ഇതില് കുപിതനായിട്ടുള്ള ചന്ദ്രഗുപ്ത രണ്ടാമൻ ശകന്മാരെ തോൽപ്പിക്കുകയും ശകാരി എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ധ്രുവദേവിയെ രക്ഷപ്പെടുത്തി അദ്ദേഹം വിവാഹം ചെയ്യുന്നു. ഇതാണ് ദേവി ചന്ദ്രഗുപ്തത്തിലെ കഥ. അപ്പൊ ഇതും നമുക്ക് ഒരു കോഡിലൂടെ ഓർത്തിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു രാക്ഷസന് വിശക്കും എന്ന് പറഞ്ഞില്ലേ, ആ രാക്ഷസൻ ആരെങ്കിലും ഭക്ഷണം കൊടുക്കണ്ട. അപ്പൊ രാക്ഷസൻ ആരെങ്കിലും ദത്തെടുത്തു എന്ന് ഓർത്താൽ മതി. ആരാ ദത്തെടുത്തത്? ചന്ദ്രനും ദേവിയും. അപ്പൊ മനസ്സിലാക്കുക, വിശക്കുന്ന രാക്ഷസനെ ചന്ദ്രനും ദേവിയും ദത്തെടുത്തു. ചന്ദ്രനും ദേവിയും രാക്ഷസനെ ദത്തെടുത്തു. അത് ദേവി ചന്ദ്രഗുപ്തം, രാക്ഷസൻ മുദ്ര രാക്ഷസ, ദത്തെടുത്തു, ദത്ത, വിശാഖദത്ത എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് AD 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കൽഹാനനെ കുറിച്ച് പഠിക്കാം. കൽഹാനന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കൃത കൃതിയാണ് രാജതരംഗിണി എന്ന് പറയുന്നത്. രാജതരംഗിണി, അതായത് 12-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട രാജതരംഗിണി കശ്മീരിലെ രാജാക്കന്മാരുടെ ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത്. കശ്മീരിലെ അന്നത്തെ പ്രധാനപ്പെട്ട ചില ഡൈനാസ്റ്റികളെ നമുക്ക് ഈ കൃതിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ രാജതരംഗിണിയും കൽഹാനെയും നമുക്കൊരു കോഡിലൂടെ പഠിക്കാം. അപ്പൊ നമുക്കറിയാം, പണ്ടത്തെ രാജാക്കന്മാർ ഒരുപാട് കല്യാണം കഴിക്കുമായിരുന്നു അല്ലേ. അപ്പൊ നമ്മുടെ കോഡ് ഇതാണ്: കശ്മീരിലെ രാജാവ് കല്യാണം കഴിച്ചൊരു തരംഗമായി മാറി. കശ്മീരിലെ രാജാവ് കല്യാണം കഴിച്ചൊരു തരംഗമായി മാറി. കല്യാണം കൽഹാന, രാജാവ് തരംഗമാകുന്നു രാജതരംഗിണി, കശ്മീരിന്റെ ചരിത്രം. അങ്ങനെ വൃത്തിയായിട്ട് രാജതരംഗിണി, കൽഹാന, കശ്മീരിന്റെ ചരിത്രം നമുക്ക് ഈ കോഡിലൂടെ പഠിക്കാം. അടുത്ത വ്യക്തി വാത്സ്യായനനാണ്. ഇദ്ദേഹം ഏകദേശം 2 അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിൽ മഗധയിലെ പാടലീപുത്രം, അതായത് ഇന്നത്തെ ബീഹാറിലെ പാട്ന ഭാഗത്ത് ജീവിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാത്സ്യായനന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കൃത ഗ്രന്ഥമാണ് കാമസൂത്രം. വാത്സ്യായനന്റെ കാമസൂത്രം പൊതുവെ അറിയപ്പെടുന്നത് അതിന്റെ ലൈംഗികതയ്ക്കാണ്. വിവാഹം, ജീവിതം, ജീവിതത്തിലെ സന്തോഷങ്ങൾ തുടങ്ങി ദ ആർട്ട് ഓഫ് ലിവിങ് ഫോർ പ്ലഷർ ആണ് കാമസൂത്രത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഒരുപാട് സിനിമകളിലും മറ്റും കേട്ടിട്ടുള്ളതുകൊണ്ട് വാത്സ്യായനന്റെ കാമസൂത്രത്തിന് ഒരു പ്രത്യേക കോഡ് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് ബാണ അല്ലെങ്കിൽ ബാണഭട്ടനെ പറ്റി പഠിക്കാം. AD 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സംസ്കൃത കവിയായിരുന്നു ബാണഭട്ടൻ. നമുക്കറിയാം, 606 മുതൽ 647 AD വരെ കനൗജ് കേന്ദ്രമാക്കി, തലസ്ഥാനമാക്കി നോർത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന പുഷ്യഭൂതി രാജവംശത്തിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഹർഷവർദ്ധനൻ. ഈ ഹർഷവർദ്ധനന്റെ ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ടൻ. ബാണഭട്ടന്റെ പരീക്ഷയ്ക്ക് വയ്ക്കുന്ന 2 പ്രധാനപ്പെട്ട കൃതികളുണ്ട്. അതിലൊന്ന് ഹർഷചരിതം, 2 കാദംബരി. ഇത് രണ്ടും നമുക്ക് കോഡിലൂടെ പഠിക്കാം. ഹർഷവർദ്ധനന്റെ ജീവചരിത്രമാണ് ഹർഷചരിത. ഒരുപക്ഷെ സംസ്കൃതത്തിലെ തന്നെ ഏറ്റവും പഴയ ജീവചരിത്രങ്ങളിലൊന്നായിരിക്കും ഹർഷചരിത എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കാനായിട്ടൊരു കോഡുണ്ട്. കോഡ് നമുക്ക് കാണാം. നമുക്കറിയാം, ചില രാജാക്കന്മാർ കടം കയറി മുടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹർഷൻ എന്ന് പറയുന്ന രാജാവ് കടം കയറി മുടിഞ്ഞപ്പോൾ കാശുണ്ടാക്കിയത് ബനാന വിറ്റിട്ടാണെന്ന് ഓർത്താൽ മതി. അപ്പൊ ബനാന വിറ്റ് കടം മാറ്റി കഴിഞ്ഞാൽ അതൊരു ചരിത്രമാവില്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ബനാന വിറ്റ് കടം മാറ്റി ഹർഷൻ ചരിത്രം കുറിച്ചു എന്ന് ഓർത്താൽ മതി. ബനാന, ബാണ, ബാണഭട്ട, ഹർഷൻ ചരിത്രം കുറിച്ചു, ഹർഷ ചരിതം, ഹർഷന്റെ ജീവചരിത്രം. കാദംബരി ഒരു സംസ്കൃത പ്രണയ നോവലാണ്. ചന്ദ്രവീട എന്ന് പറയുന്ന രാജകുമാരനും
ഗന്ധർവ രാജകുമാരിയായിരുന്ന കാദംബരിയും തമ്മിലുള്ള പ്രണയമാണ് ഈ കഥയുടെ ഇതിവൃത്തം. പക്ഷെ കാദംബരി എഴുതി പൂർത്തിയാക്കുന്നതിന് മുന്നേ ബാണൻ അല്ലെങ്കിൽ ബാണഭട്ടൻ മരണപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഭൂഷണഭട്ടനാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഹർഷവർദ്ധന രാജാവ് തന്നെ എഴുതി എന്ന് വിശ്വസിക്കുന്ന 3 സംസ്കൃത കൃതികളുമുണ്ട്. അവയാണ് രത്നാവലി, നാഗാനന്ദ, പിന്നെ പ്രിയദർശിക. അപ്പൊ ഇതിനും ഒരു കോഡ് പറയാം. നമ്മൾ പറഞ്ഞല്ലോ ബനാന വിറ്റ് ഹർഷരാജാവ് ചരിത്രം കുറിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരുപാട് കാശുണ്ടാക്കി, മുപ്പര കാശിന് രത്നം വാങ്ങി എന്ന് ഓർത്താൽ മതി. എങ്ങനെയാണ്? ഹർഷന് ഏറ്റവും പ്രിയം നാഗരത്നം, ഹർഷൻ ഹർഷവർദ്ധന, പ്രിയം പ്രിയദർശിക, നാഗരത്നം നാഗാനന്ദയും രത്നാവലിയും. അങ്ങനെ ഓർത്തിരിക്കുക. അടുത്ത ഒരു സംസ്കൃത പണ്ഡിതനാണ് പാണിനി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. BC 5 അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിലായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പാണിനിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വർക്കാണ് അഷ്ടധ്യായി. അഷ്ട എന്നാൽ 8 എന്നാണ് നമുക്കറിയാം. അപ്പോൾ അഷ്ടധ്യായി എന്ന് പറയുമ്പോൾ 8 ചാപ്റ്റേഴ്സ്, 8 അധ്യായങ്ങൾ എന്നാണ് അർത്ഥം. സംസ്കൃത ഭാഷയിലെ തന്നെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അഷ്ടധ്യായി. ഇതിനും നമ്മുടെ കയ്യിലൊരു കോഡുണ്ട്. നമ്മുടെ നാട്ടിൽ അഷ്ടിക്ക് വകയില്ല. അഷ്ടിക്ക് വക വേണമെങ്കിൽ പണിക്ക് പോകണമെന്ന് അറിയില്ല. അങ്ങനെ ഓർത്താൽ മതി. അഷ്ടിക്ക് വക വേണമെങ്കിൽ പണിക്ക് പോകണം. അഷ്ടി, അഷ്ടധ്യായി, പണി, പാണിനി. ഇനി നമുക്ക് ശൂദ്രക അഥവാ ശൂദ്രകനെ കുറിച്ച് പഠിക്കാം. ഇദ്ദേഹത്തിന്റെയും കാലഘട്ടം നമുക്ക് വ്യക്തമല്ല. ഇദ്ദേഹം ഒരു രാജാവായിരിക്കാമെന്നും ഒരുപക്ഷെ ശതവാഹന രാജവംശത്തിന്റെ സ്ഥാപകനായിട്ടുള്ള സിമുഖൻ തന്നെ ആയിരിക്കാമെന്നും പറയുന്ന ചില ചരിത്രകാരന്മാരുണ്ട്. ശൂദ്രകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കൃത വർക്കാണ് മൃച്ഛകടിക അഥവാ ദ ലിറ്റിൽ ക്ലേ കാർട്ട്. ഏകദേശം BC 5-ാം നൂറ്റാണ്ടിൽ ഉജ്ജയിനിലാണ് ഈ കഥ നടക്കുന്നത്. ചാരുദത്തൻ എന്ന ഒരു ദരിദ്ര ബ്രാഹ്മണ യുവാവും വസന്തസേന എന്ന ഒരു സുന്ദരിയും തമ്മിലുള്ള പ്രണയമാണ് മൃച്ഛകടികയുടെ ഇതിവൃത്തം. അപ്പൊ ഇതിനും ഒരു കോഡ്. മിക്സ്ചർ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക, മിക്സ്ചർ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക, സൂക്ഷിക്കുക, ശൂദ്രക, മിക്സ്ചർ, മൃച്ഛകടിക എന്ന് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റി പറഞ്ഞില്ലേ? മഗധ ഭരിച്ചിരുന്ന മൗര്യ രാജവംശത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ. ഇദ്ദേഹത്തെ ഈ ഭരണത്തിലേക്ക് എത്താനായിട്ട് സഹായിച്ച വ്യക്തി, പിന്നീട് ഇദ്ദേഹത്തിന്റെ പ്രധാന ഉപദേഷ്ടാവായി മാറിയ ആ വ്യക്തി, അദ്ദേഹത്തിന്റെ പേരാണ് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. ഇനി നമുക്ക് ചാണക്യനെ പറ്റി കാണാം. ഈ കൗടില്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കൃത കൃതിയാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം ഒരുപാട് വിഷയങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പൊളിറ്റിക്സ് ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് അഥവാ രാഷ്ട്രതന്ത്രം, എക്കണോമിക്സ് സാമ്പത്തിക നയം, മിലിറ്ററി സ്ട്രാറ്റജി അഥവാ സൈനിക തന്ത്രം എന്നിവയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലേക്ക് വന്ന ഒരു ഇൻഡോ ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു മെഗാസ്തനസ്. നിങ്ങൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്നു സിലിയൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഇൻഡോ ഗ്രീക്ക് രാജാവ്. ഇദ്ദേഹമാണ് ഈ മെഗാസ്തനസിനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. അപ്പൊ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. ഏകദേശം BC 305-303 കാലഘട്ടത്തിൽ ഈ സിലിയൂക്കസ് നിക്കേറ്ററും ചന്ദ്രഗുപ്ത മൗര്യനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ ജയിക്കുന്നു. പിന്നീട് വന്ന ഉടമ്പടി പ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ സിലിയൂക്കസിന്റെ മകളെ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു അച്ഛനും ചെയ്യുന്നത് പോലെ തന്റെ മകളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സ്ഥലം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഇദ്ദേഹവും സിലിയൂക്കസും ഒരു വ്യക്തിയെ, തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള വ്യക്തിയെ മൗര്യ സാമ്രാജ്യത്തിലേക്ക് അയച്ചു എന്ന് ഓർത്താൽ മതി. ആ വ്യക്തിയാണ് മെഗാസ്തനസ്. ഈ മെഗാസ്തനസ് മൗര്യ സാമ്രാജ്യത്തിൽ എത്തി മൗര്യൻ ഇന്ത്യയെ പറ്റി, അതായത് പുരാതന ഇന്ത്യയെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയൊരു വർക്കുണ്ട്. അതാണ് ഇൻഡിക്ക, മെഗാസ്തനസിന്റെ ഇൻഡിക്ക. അപ്പൊ എങ്ങനെ ഓർത്താൽ മതി? ഇന്ത്യ എന്ന മെഗാ സീരിയൽ അല്ലെ? ഇന്ത്യ എന്ന മെഗാ സീരിയൽ. ഇന്ത്യയിൽ നിന്ന് ഇൻഡിക്ക എന്നും മെഗാ സീരിയലിൽ നിന്ന് മെഗാസ്തനസ് എന്നും ഓർത്തു വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള, പുരാതന ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും പഴയ വർക്കുകളിലൊന്നാണ് ഇൻഡിക്ക. അതുകൊണ്ട് തന്നെ മെഗാസ്തനസ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവെന്നാണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഏൻഷ്യൻ ഇന്ത്യയിലെ വർക്കുകൾ. ഇനിയും കുറച്ച് വർക്കുകളുണ്ട്, ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോളുക. ഗുപ്ത രാജാവായിരുന്ന ചന്ദ്രഗുപ്ത രണ്ടാമൻ അഥവാ വിക്രമാദിത്യന്റെ നവരത്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കാളിദാസൻ. കാളിദാസൻ നമുക്ക് എല്ലാം അറിയാം. കാളിദാസന്റെ പരീക്ഷയ്ക്ക് വയ്ക്കുന്ന ചില പ്രധാന കൃതികളുണ്ട്. അവയാണ് അഭിജ്ഞാന ശാകുന്തളം, പിന്നെ മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, രഘുവംശം, പിന്നെ കുമാരസംഭവം. ഇതേപോലെ കർണാടക കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന രാഷ്ട്രകൂട രാജവംശം ഉണ്ടായിരുന്നു. അവരുടെ ഒരു പ്രധാനപ്പെട്ട രാജാവായിരുന്നു അമോഘവർഷ. ഈ അമോഘവർഷ ഒന്നാമന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് കവിരാജമാർഗ. രാജാവാണ്, ഒരു കവിയാണെന്ന് ഓർത്താൽ മതി. കവിരാജമാർഗ കന്നഡ ഭാഷയിലെ തന്നെ ഏറ്റവും പഴയ കൃതികളിൽ ഒന്നാണ് കവിരാജമാർഗ. മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് സ്വപ്ന വാസവദത്തം. ഈ സ്വപ്ന വാസവദത്തം എന്ന് പറയുന്ന സംസ്കൃത നാടകം എഴുതിയത് ഭാസനാണ്. കൗശാംബിയിലെ രാജാവ് ഉദയനനും അവന്തിയിലെ രാജകുമാരി വാസവദത്തയും തമ്മിലുള്ള ഒരു പ്രണയമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. അപ്പോൾ ഈ വർക്കുകളെ സംബന്ധിച്ച രസകരമായ കോഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. ഇത് കൂടാതെ ഏൻഷ്യൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വർക്കുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. മിഡീവൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വർക്കുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇപ്പോൾ സൈലം SSC RRBയിൽ SSC റെയിൽവേ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം.